ഞാൻ MLA ആയിട്ട് നല്ലൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മാമി ആക്ഷൻ കമ്പനി മിസ്സായ മാമിക്കാൻ അനിയനാണ്. അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മാമി ഇവരായിട്ട് പങ്കെടുത്തേ ആവണം. അപ്പോൾ ഞങ്ങളൊരു കേസ് ഒന്നല്ലാത്ത സ്ഥലത്തുനിന്ന് അൻവർ MLA വന്നതിന് ശേഷമാണ് കേരളം മൊത്തം അറിയുന്നൊരു കേസായി മാറിയത്. അപ്പം അൻവർക്ക പറയുന്നത് കേൾക്കുകയും വേണോ? മാമി ആക്ഷൻ കൗൺസിലിന്റെ ഞാൻ മാമിന്റെ അനിയനാണ്. മാമിയുടെ അനിയനാണല്ലേ? നിങ്ങളെ കുടുംബത്തിനെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്തുണ ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നത്. തീർച്ചയായും തീർച്ചയായും. ഞങ്ങളെ കേസ് തന്നെ എത്രയും കേരളം മൊത്തം അറിയാൻ കാരണം അൻവർ MLA വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ബാധ്യത എന്തായാലും അൻവർക്കാനോട് ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ എന്താ ഈ കേസിന്റെ നിലവിലെ പുരോഗതി എങ്ങനെയുണ്ട്? കേസ് ഇപ്പം കോഴിക്കോട് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടാകുന്ന വിശ്വാസം. കോഴിക്കോട് നിന്ന് കൂടുതൽ പേരുണ്ട്? നിറയെ പേരുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റിന്റെ നിറയെ ആൾക്കാരുണ്ട്. തീർച്ചയായും തീർച്ചയായും. അതെ അതെ. അല്ല, ഞാൻ കോഴിക്കോട് മുക്കത്തുനിന്ന് വരുന്ന മുക്കം. അൻവർ എന്ത് പ്രഖ്യാപിക്കുന്നതാണ്? അൻവർ പറഞ്ഞു നമ്മൾ മീഡിയയിൽ കൂടെ കേട്ടല്ലോ. മീഡിയയിൽ കൂടെ കേട്ട് വന്നോ, അവരാരും വിളിച്ചിട്ട് വന്നതല്ല. അപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനമോ എന്താണോ എന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ വിലപ്പെട്ടതാണെന്ന് ബോധ്യം വന്ന കാരണം വന്നു, വിളിക്കാതെ വന്നതാണല്ലോ. കോഴിക്കോട് കടലുണ്ടി. കുറച്ച് സമയം കൂടി മതി അല്ലേ? അതെ, അത് പ്രഖ്യാപനം അറിഞ്ഞാല്. അതെ, ഇതാണ് ഭവ്യ. ഇവിടെ എത്തിച്ചേർന്നവരിൽ പല നാടുകളിൽ നിന്നുള്ളവരുണ്ട്. അൻവർ ഇടപെട്ട വിഷയങ്ങളിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നവരുണ്ട്, അല്ലെങ്കിൽ അൻവറിന്റെ MLA എന്ന നിലയിൽ അൻവർ ചെയ്ത കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരുണ്ട്, അൻവർ നടത്തുന്ന പോരാട്ടങ്ങളിൽ പിന്തുണ അറിയിക്കുന്നവരുണ്ട്. അങ്ങനെ ആ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും വിവിധ നാടുകളിൽ നിന്നുമാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ 10,000 ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ കാണാം, ഈ മഴയുള്ളത് കൊണ്ടായിരിക്കാം പുറത്തുള്ള കസേരകളിലേക്ക് ആളുകൾ ഇരുന്നിട്ടില്ല. പക്ഷേ ഈ വേദിയിൽ, ഈ പന്തലിനകത്ത് എല്ലാ കസേരകളും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 6:30 അൻവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ DMK-യുടെ ഒരു അറിയിപ്പ് വന്നിരുന്നു. DMK-യുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടാവില്ല അൻവറിന് തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ ഇളങ്കോവിന്റെ ഭാഗത്തുനിന്ന് കേട്ടിരുന്നു. അപ്പോൾ പോലും അവിടെ ഒരു സംശയമുള്ളത്, PV അൻവറിന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരം DMK-യുടെ ഒരു പ്രമുഖനായ നേതാവ്, ഒരു പ്രതിനിധി ആ സമ്മേളനം, ഇപ്പോൾ നടക്കാൻ പോകുന്ന മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന ആ സമ്മേളനം വീക്ഷിക്കാൻ അവിടെ എത്തും എന്ന്, അദ്ദേഹം വേദിയിൽ ഉണ്ടാവില്ല പക്ഷെ അവിടെ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? അത്തരത്തിൽ ഒരാൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഒന്ന് അനുമോദ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, DMK-യുടെ കൊടികെട്ടിയും ഷാൾ അണിഞ്ഞും അൻവറിന് പിന്തുണയുമായി മഞ്ചേരിയിലേക്ക് 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ അൻവറിന്റെ വീടിന് മുൻപിലും ഇത്തരത്തിലുള്ള DMK-യുടെ കൊടി ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളടക്കം നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ ഇത് DMK-യുടെ കേരള ഘടകത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണോ? അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ അനുമോദ? ഭവ്യ, നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ 10,000 വന്നിരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് DMK-യുടെ അറിവോടെ വന്ന ആളാണോ അല്ലയോ എന്നൊന്ന് വ്യക്തമായിട്ട് ഇവരോട് ചോദിച്ചറിയാൻ കഴിയുകയില്ല. കാരണം ഇവിടെ എത്തിയവരിൽ പലരും അൻവറിനോടുള്ള പിന്തുണ കാരണം അൻവർ DMK-യുടെ കൂടെ ചേരുന്നു എന്ന ആവേശത്തിൽ DMK-യുടെ ഷാളും മറ്റും അണിഞ്ഞു വന്നവരുണ്ട്. ഈ നമ്മളിപ്പോൾ DMK-യുടെ ആ ഷാൾ അണിഞ്ഞ 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ തന്നെ നിലമ്പൂരുകാരാണ്. അവർ അൻവറിനൊപ്പം, അൻവറിന് ഒരു ആഭിമുഖ്യം, അൻവറിനോട് പിന്തുണ നൽകുക എന്ന ഉദ്ദേശം കാരണം വന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് DMK-യുടെ കേരള ഘടകത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. മറിച്ച്